ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചക്കയാണ്. ഞാനിവിടെ ചക്ക ചോള ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടങ്ങ് പഴുത്ത ചക്കയുടെ ആവശ്യമില്ല, ചെറിയൊരു മധുരമുള്ള ചക്ക മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട കൂടെ പൊട്ടിച്ചോ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പളവിൽ പഞ്ചസാരയാണ്. മധുരം നന്നായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മതിയാകും. കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 മുതൽ 3/4 കപ്പ് വരെ എടുക്കാം. ഇനി ഇതൊരു പീസ് രൂപത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. വെള്ളം ഒട്ടുമേ ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിന് അരിപ്പൊടിയാണ്. 1 കപ്പ് അളവിൽ അരിപ്പൊടിക്ക് 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് ഒരുപാട് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുകൂടാതെ ഞാനിതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഉപ്പ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുക. പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഉപ്പിൻ്റെ അളവിൽ വേരിയേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത കൂട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ള് ചേർക്കുന്നത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ കറുത്ത എള്ള് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇഡലിത്തട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഞാൻ രണ്ടാമത്തെ തട്ടും ബാറ്റർ ഒഴിച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നന്നായി രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. എള്ളൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗി കൂടിയാണ്. ചക്ക വെച്ചായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ഹെൽത്തിയും ഒക്കെ തന്നെയാണ്. ചക്ക ഒരു സീസണിൽ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന സമയം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപാടധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ല്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.